എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായി വരുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി. വർഷത്തിൽ വരുന്ന 24 ഏകാദശികളിൽ 23 ഏകാദശികളും അനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലം ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത്. വൈകുണ്ഠ ഏകാദശിക്ക് വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടും എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന ഏകാദശിയും ഇതാണെന്നാണ് പറയുന്നത്. ഭഗവാനെ കാണാൻ സുഹൃത്തായ കുചേലൻ പോയതും ഈ ഏകാദശി ദിവസമാണെന്നാണ് പറയുന്നത്. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. സംസ്കൃത കലണ്ടർ പ്രകാരം പറയുമ്പോൾ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഇതിന് പുത്രദ ഏകാദശി എന്നും മുക്കോടി ഏകാദശി എന്നും പേര് പറയാറുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉത്തമമായ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. സ്വർഗവാതിൽ ഏകാദശിക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രങ്ങളാണ് നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രവും തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രവും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും. 2025 ഡിസംബർ 30-നാണോ 31-നാണോ സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കേണ്ടത് എന്ന് കുറെ പേർക്ക് സംശയമുണ്ട്. ദശമി ചേർന്നു വരുന്ന ഏകാദശിയാണ് ഡിസംബർ 30-ന് വരുന്നത്. എന്നാൽ ഡിസംബർ 31-നുള്ള ഏകാദശി ദ്വാദശി ചേർന്നു വരുന്ന ഏകാദശിയാണ്. ദശമി ചേർന്നു വരുന്ന ഏകാദശി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ദ്വാദശി ചേർന്നു വരുന്ന ഏകാദശി എടുക്കുന്നതാണ് എന്നാണ് പറയാറുള്ളത്. ദശമി ചേർന്ന് വരുന്ന ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നാണ് പറയുക. ദ്വാദശി ചേർന്നു വരുന്ന ഏകാദശിക്ക് ആനന്ദ ഏകാദശി എന്നാണ് പറയുക. 30-ന് വരുന്നത് ദശമി ചേർന്നു വരുന്ന ഏകാദശിയാണ്. 30-ാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലും കുഴപ്പമില്ല. എന്നാലും 31-ാം തീയതി അനുഷ്ഠിക്കുന്ന ഏകാദശിയാണ് അതിനേക്കാൾ കൂടുതൽ നല്ലത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇനി ഓരോ അമ്പലത്തിൽ എന്നാണോ ഏകാദശി ആചരിക്കുന്നത്, അതായത് ഏകാദശി പൂജകളും അങ്ങനെയൊക്കെ ഉള്ളത്, അതിനനുസരിച്ച് അവിടെ അടുത്തുള്ളവർക്ക് ഏകാദശി വ്രതം എടുക്കാം. 30-നാണെങ്കിൽ 30-ന് എടുക്കാം, 31-നാണെങ്കിൽ 31-ന് എടുക്കാം. 2 ദിവസത്തിൽ ഏത് ദിവസം എടുത്താലും തെറ്റില്ല. കൂടുതൽ നല്ലത് ആദ്യത്തെ ഏകാദശി എടുക്കുന്നതിനേക്കാൾ 2ാമത്തെ ഏകാദശിയാണ് എന്നാണ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏകാദശിക്ക് പുത്രദ ഏകാദശി എന്നും പറയുമെന്ന് പറഞ്ഞല്ലോ. ഇനി പുത്രദ ഏകാദശിയുടെ പിന്നിലുള്ള കഥയും വ്രതമഹാത്മ്യവും ഒന്ന് പറഞ്ഞു തരാം. പണ്ട് സുകേതുമാൻ രാജാവ് ഭരിച്ചിരുന്ന ഭദ്രാവതി എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ഈ രാജാവിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജാവും രാജ്ഞിയും വളരെയേറെ വിഷമിച്ചു. തനിക്ക് പുത്രനില്ലെങ്കിൽ രാജവംശം ആര് നിലനിർത്തി കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് രാജാവ് വളരെ കാലം ആശങ്കാകുലനായി. രാജ്യകാര്യങ്ങളിൽ ഒന്നും നേരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. തങ്ങൾ മരിക്കുമ്പോൾ തർപ്പണം ചെയ്യാനും ആളില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവും രാജ്ഞിയും വിഷമിച്ചു. അവരുടെ അസ്വസ്ഥത മാറ്റുവാൻ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ പോലും പറ്റിയില്ല. രാത്രി നേരങ്ങളിൽ ഉറങ്ങാൻ കിടന്നാൽ പോലും രാജാവിന് ഉറക്കം വരുന്നില്ല. രാവിലെ വരെ ഇതേ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്രയും ഉത്കണ്ഠ നിറഞ്ഞ അദ്ദേഹം ആത്മഹത്യ പോലും ചിന്തിച്ചു. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് ഒരാളെ നരകാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ഒരു ഉദ്യമം ഉപേക്ഷിച്ചു. അവസാനം അദ്ദേഹം ഒരു കാട്ടിലേക്ക് പോയി. ആർക്കും തന്നെ അറിയില്ലായിരുന്നു രാജാവ് എവിടെ പോയി എന്ന്. ആരും അറിയാതെയാണ് അദ്ദേഹം കാട്ടിലേക്ക് പോയിരുന്നത്. ഒരു ലക്ഷ്യവുമില്ലാതെ രാജാവ് കുറേയേറെ അലഞ്ഞു. കുറെ പോയപ്പോൾ ആകെ ക്ഷീണിതനായി. വിശപ്പും ദാഹവും അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി എന്ത് പാപമായിരിക്കും ചെയ്തിട്ടുള്ളത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സരോവരത്തിനടുത്തെത്തി. അവിടെ മഹർഷിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. രാജാവിനോട് മഹർഷിമാർ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഈ കാട്ടിൽ ഇങ്ങനെ അലയുന്നത് എന്നുള്ളത്. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ലാത്തതിൻ്റെ വിഷമമാണ്. കുറേയേറെ വിഷമം വന്നപ്പോൾ താൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് വന്നതാണെന്നും മഹർഷിമാരോട് പറയും. മഹർഷിമാർ പറയും, പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രദ ഏകാദശി എടുത്താൽ മതി. ആ ഏകാദശി വ്രതശുദ്ധിയോടുകൂടെ അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവുമെന്ന്. ഇതെല്ലാം കേട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും പുത്രദ ഏകാദശി എത്തിയപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത്.
സന്താന ഭാഗ്യത്തിനും ഈ പുത്രദാ ഏകാദശി നല്ലതാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും പറ്റുന്നതുപോലെ ഈ ഏകാദശി വ്രതം എടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.